വ്യൂവേഴ്സ്, നമുക്കിന്ന് പിട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വൻപയർ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വൻപയർ 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണിത്. പിന്നെ അതിലേക്ക് വേണ്ടത് അരയ്ക്കാനായിട്ട് നാളികേരം ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ നാളികേരവും ജീരകവും കൂടി നല്ലപോലെ അരച്ചെടുക്കണം. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല വേണം. പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് 1/4 സ്പൂൺ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ വറുത്തിടാനായിട്ട് കുറച്ച് ഉള്ളി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഞാനത് ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ലതാണ്. ഞാനത് സവോളയാണ് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടില്ല. പിന്നെ കുറച്ച് എണ്ണയും വേണം, വെളിച്ചെണ്ണ. ഇത്ര സാധനമാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ വൻപയർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ ഉപ്പിട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 വിസിൽ വരട്ടെ. വെള്ളത്തിൽ കുതിർത്തെടുത്താലേ അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരവും ജീരകവും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് പയർ വെന്തോന്ന് നോക്കാം. ഒരു 3 വിസിൽ വന്നു കേട്ടോ. പയർ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലേക്ക് നമുക്ക് നാളികേരവും ജീരകവും കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറിയാണിത്. അപ്പോൾ നാളികേരം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് 2 കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതിലൊന്ന് ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ശരിയാണ്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞിട്ട് വറുത്തിടാം. അതിനായിട്ടൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് മൂക്കട്ടെ. അപ്പോൾ ഉള്ളി മൂത്ത് അതിലേക്ക് 2 കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പിട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വൻപയർ കറി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.